ഇടയ്ക്കിടയ്ക്ക് മയങ്ങിയൊക്കെ ഇരുന്നെങ്കിലും പലത് ഞാൻ ബ്രദറിൻ്റെ ഒത്തിരി പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കേൾക്കാറുണ്ട്. ചെറുപ്പം തൊട്ടേ ബ്രദറിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. ബ്രദറിനെ ഒന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം. പിന്നെ ഞാനിങ്ങനെ ഓർത്തു, ബ്രദർ വിളിക്കുകയാണെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത എനിക്കില്ല ശരിക്കും പറഞ്ഞാൽ. എനിവേ ബ്രദർ അങ്ങനെ വിളിച്ചപ്പം ഇവിടെ വന്നിരിക്കാനുള്ളൊരു കൃപ ദൈവം തന്നു. ദൈവത്തിന് നന്ദി. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഒരുപാട് ടോക്കുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ആഴമേറിയ ബോധ്യങ്ങൾ ഇതിലൂടെ കിട്ടിയ, പ്രത്യേകിച്ച് ആ കാനായിലെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്, ആദ്യത്തെ തോൽക്കുടം മാതാവാണെന്നും പുതിയ സൃഷ്ടി. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. പിന്നെ ഇത്രയും നാളും കൊണ്ട് നടന്ന പല കാര്യങ്ങളും മാറ്റേണ്ട സമയമായി എന്നുള്ള ബോധ്യം കിട്ടി. അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന, ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന പറയും. അപ്പോൾ ബ്രദർ പറഞ്ഞപ്പോൾ നമ്മൾ സെൽഫ് പ്രെയറിൽ കൂടെ ശക്തി സംഭരിക്കാതെ നമ്മളിരുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രയോജനമില്ല. നമുക്കില്ലാത്തത് ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ടായിരുന്നതെല്ലാം പലരിൽ കൂടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു പുതിയൊരു അനുഭവമായിരുന്നു. ഒരുപാട് ആഴമേറിയ ബോധ്യങ്ങൾ നമ്മളിങ്ങനെയൊക്കെ. പിന്നെ വേറൊരു ബോധ്യം കിട്ടിയത്, ഇത്ര നാൾ ഓർത്തിരുന്നത് സ്വർഗത്തിൽ ഇപ്പോൾ പാപമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭയത്തിൻ്റെ ആ ഒരു രീതിയായിരുന്നു. ഇപ്പം അത് മാറി ദൈവം വളരെ കരുണാമയനാണെന്നും നീതിമാനാണെന്നുള്ള ആ നീതിയെക്കുറിച്ച് ഒരു ശരിയായ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റി. നമ്മൾ പാപിയാണെങ്കിൽ പോലും ദൈവം കരുണയോടെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് നമുക്ക് ഉള്ളതെന്നും, പറുദീസായിൽ നമ്മളെ പുറത്താക്കിയപ്പോൾ അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, നമ്മൾ എന്നേക്കുമായി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവം ചെയ്ത ഒരു മുൻകരുതലാണ് എന്നൊക്കെയുള്ള ഒരു ബോധ്യം. അത് ശരിക്കും ഒരു വലിയൊരു ജ്ഞാനം തന്നെയാണ്. അപ്പം അത് പ്രതിലൂടെ ഇവിടുന്ന് കിട്ടിയതിനെ ഓർത്ത് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. വെളുപ്പിന് എണീക്കാൻ പറ്റിയോ? കൃത്യം 3 മണിക്ക് കൃത്യം എഴുന്നേറ്റ് 6, 7, 8, 9 3 ചാപ്റ്ററും വായിച്ചിട്ടാണ് കിടന്നത്. അത് കറക്റ്റ് 3 മണിയിൽ നമുക്ക് പറയുകയും ചെയ്തു, 1 മിനിറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യാം 3 മണിയില്ലേ? നാളെ അങ്ങനെ ആയാലോ? വെരി ഗുഡ്. ഓക്കെ. അപ്പൊ അലാം സെറ്റിംഗ് ഇപ്പൊ ലൈഫ് ലോങ് ആക്കാൻ പോവാണ് PR ആയിട്ട്.